ഹലോ ഗായ്സ്, വെൽക്കം ടു മീ ട്രാവലിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നോമ്പുകാറാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നേരെ പോണത് അതിലൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ബാക്കി നമ്മളെ ഷോക്കത്തളാപ്പ റെഡിയാക്കുന്നുണ്ട്. ഷോക്കത്തളാപ്പ അസിലും കാറിൽ വേറെ സ്ഥലത്ത് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മേടിക്കുന്നത്, എന്നിട്ട് അവർ നമ്മളെ പിക്ക് ചെയ്യും, എന്നിട്ട് പോവും, റൂമിൽ പോവും, എന്നിട്ട് നോമ്പറ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കഴിച്ച്. അപ്പോൾ കാണാം. ശരിക്കും എന്താ പരിപാടി? എന്തത് ചക്കൻ. ഇതിൻ്റെ പേരറിയുന്ന ഒരു കമൻറ്റിൽ രേഖപ്പെടുത്തിട്ടാണ്. എനിക്ക് അതിൻ്റെ പേരറിയില്ല. എന്ത് കാര്യം? സ്വകാര്യമാണോ? ഇതിൽ പറ്റില്ല. കാര്യങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിൽ നടക്കുകയാണ് ഞങ്ങൾ. കണ്ടാ കറാമേ കൂടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട് ഫ്രൂട്ട്സ് അധികം മേടിക്കണ്ടേ? ഫ്രൂട്ട്സ് കുറച്ച് മേടിക്കാമെന്നാണ് പറയുന്നത്. പൊരിച്ചടി അധികം വേണ്ട, നമ്മൾ ഈ ഹെൽത്ത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പൊരിച്ചടി അധികം ഇല്ല, പക്ഷെ കുറച്ചുണ്ടാവും നമ്മളെ ടേസ്റ്റിന്. ബാക്കി കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും. പിന്നെ തരിക്കഞ്ഞി ഉണ്ട് ഗൈസ്. തരിക്കഞ്ഞി ഇല്ലെങ്കിൽ നോമ്പ് ശരിയാവില്ല എന്നാണ് ഒരു ആയത്തെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് അപ്പോൾ നടക്കട്ടെ. നമ്മൾ എന്ത് വാങ്ങുന്നുള്ളത് ഇപ്പോഴും ഒരു തീരുമാനമില്ല. ഓറഞ്ച് ജ്യൂസ് ആക്കിയാലോ? ഇത് ഓർമ്മയുണ്ട് ഗൈസ്? ഇത് എടുക്കുക, കുപ്പിടുക്കുക, ഇവിടെ അടി വെക്കുക, ഓറഞ്ച് ജ്യൂസ് പെട്ടെന്ന് പരിപാടി ചെയ്യും. എന്താണ് എന്നിട്ട് നമ്മളെ വഴിക്ക് നോക്കാം. ഒരു ഐഡിയ കിട്ടണില്ല. ഫ്രൂട്ട്സ് അല്ല വേണ്ടത്, മറന്നുപോയി ഗൈസ്. ഫ്രൂട്ട്സ് ഈ സൈഡിലാണ്. ഏത് എന്താക്കും ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ ഉണ്ടാവില്ല. ഓറഞ്ച് എടുക്കണം. ഭയങ്കര കൺഫ്യൂഷനാണ്. എന്ത് തിന്നുള്ളതിൽ എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ് ഞാൻ. അതിപ്പോൾ ദുബായിലുള്ളവരുടെ പ്രത്യേകിച്ചുള്ള പ്രശ്നമാണ്. രാവിലെ കഴിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കും, ഉച്ചയ്ക്ക് ചോറെന്ത് കഴിക്കും, രാത്രി ഡിന്നർ എന്ത് കഴിക്കും. പ്രശ്നമാണ് ഗായ്സ്, പ്രശ്നമാണ്. ക്രിക്കറ്റ് ആപ്പിളൊക്കെയല്ല, ആപ്പിൾ പൊളിക്കും. ഞങ്ങൾ നോക്കട്ടെ ഗൈസ്. എന്തെടുക്കുന്നൊരു ഐഡിയ കിട്ടണില്ല. കടിച്ചാലോ? അല്ല, നോമ്പാണ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കാണാൻ പൊളിയാണ്. സാധനങ്ങളൊക്കെ ആയി. മുന്തിരിയൊന്നും ഇനി വേണ്ട, നമ്മളെടുത്ത് തന്നെ ഓവറാണ്ടോ. ആപ്പിള്, ഓറഞ്ച്, തണ്ണിമത്ത, പിന്നെ ഉള്ളിൽ പിന്നെ കുറേ സാധനം എന്തൊക്കെ എടുത്തെന്ന് തന്നെ ഓർമ്മയില്ലേ ഗൈസ്. അങ്ങനെ എടുത്തുക്കണേ ഞങ്ങൾ. ചക്കയുടെ എത്ര ഉണ്ട് ചിട്ടാ വേണ്ട. അപ്പം ഞങ്ങൾ ഫ്രൂട്ട്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി പൊരിച്ച കടിയാണ് കാണിക്കാനുള്ളത്. പൊരിച്ച കടി നമ്മൾ നേരെ മാമുക്കാസിലോട്ട് കൊടുക്കും. ലൈറ്റ് ഈ സൂര്യപ്രകാശം നല്ലതാണ്. പോയി കട്ട് ചെയ്യാം. ഓക്കെ, ഇത് കട്ട് ചെയ്യാം. ഇപ്പൊ കട്ട് ചെയ്യാം. അവിടെ ഓക്കെ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എളാപ്പാന്റെ അവിടെ റൂമിൽ പോയിട്ട് പരിപാടി. ശ്രദ്ധ പറയുന്നുണ്ട് ഇടക്ക്. അപ്പൊ ഓക്കെ ഗൈസ്. അപ്പൊ ഇന്നത്തെ പിടിച്ചു ഞാൻ പോയിട്ട് പൊരിച്ചിട്ട് മേടിക്കാം. അപ്പോൾ അതുമായിട്ടുണ്ട്. സാധനങ്ങളൊക്കെ റെഡി. ഇനി കുറച്ച് പാത്രവും സെറ്റപ്പ് ആക്കാണ്ട്, പാത്രവും ഗ്ലാസും സാധനങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ റൂമിൽ പോവാം. ഒക്കെ കട്ട് ചെയ്യാണ്ട് സെറ്റാക്കാണ്ട്. അപ്പോൾ അതിലൊക്കെ പരിപാടി തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അപ്പോൾ കട്ടിങ് ആണ് നമ്മുടെ പ്രധാന പണി. ഓക്കെ, അല്ല കട്ട് ചെയ്യാൻ കട്ടിങ് ബോർഡ് വേണം. കത്തി ഇങ്ങനെ പിടിക്കണം കഴിച്ച്. ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് കറക്റ്റ് ഉണ്ടാവും. ക്യാച്ച് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല. സ്ട്രോബെറി ഇനി വേണോ അതോ ഇനി വേണോ? ഇത് നുറുക്കിയ കുറെ ഉണ്ടാവും. ചെറുതാക്കി ഇങ്ങനെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഇതിങ്ങനെ സെന്റർ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യാം. ആദ്യം ഇവിടെ വെട്ടണം കേട്ടോ. ഇതും ഈ തലപ്പും വെട്ടണം. ആദ്യം ഈ സൈഡ് വെട്ടണം.
ഈ തലപ്പും പറ്റണം. സംഭവം എനിക്കറിയാം. ഈ രണ്ടും ഇതും രണ്ട് അത്രയുള്ളൂ. ആ ഇതെനിക്ക് കൈ വൃത്തിയുണ്ട്. സവാള ഗിരി 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 സവാള ഗിരി 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 കട്ട് ആവശ്യം. ആ വേണ്ട, വളരെ മോശമായി പോകും. Again. One. അപ്പൊ ഗൈസ് ഇതാ എല്ലാരും എത്തിച്ചിട്ട് ഞങ്ങളിതാ പതുക്കെ ഇവിടുന്ന് പണിയാവുള്ള പരിപാടിയാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു പാർക്കിലോ പോയിട്ട് ഞങ്ങളിങ്ങനെ വ്ളോഗറാണ് കേട്ടാ, മുണ്ടാതിരിക്കാണ്. അപ്പൊ ഗൈസ് ബൈ. അപ്പൊ ഇതാ കേറു. അപ്പൊ നമ്മള് ഞങ്ങണ്ട കറക്റ്റ് ഇനി നമ്മള് പാർക്കിൽ പോയിട്ട് എല്ലാരും കൂടിയിട്ട് ഒരു നോമ്പുതുറ. നോമ്പാണ് ഇങ്ങനെ കാട്ടിന് കാറാമാട്ടോ. ഒരു വീഡിയോ ഒറ്റ മൈൻഡ് ഒരൊറ്റ തീരുമാനം. അത് എപ്പോഴും പറയാ, ഒറ്റ മൈൻഡ് ഒറ്റ തീരുമാനം. ഞങ്ങൾ ഇന്ന് രാവിലെ തീരുമാനിച്ച് നോമ്പറന്ന് വെക്കുന്നത്. രാവിലെ ഉച്ചക്ക് 12 മണിക്ക് ഉച്ചക്ക് 12 മണിക്ക് നോമ്പറ പ്ലാൻ ചെയ്തിട്ട് വൈകുന്നേരം 6 മണിയാകുമ്പോത്തിന് ഞങ്ങള് സാധനങ്ങൾ സെറ്റാക്കി. നടന്നിട്ടില്ല. രാത്രി ഇത് മറ്റേ ടീമിലുള്ള വിളിച്ചോണ്ട് അവിടെ കൊറേ കാരണന്മാരായിട്ട് ഉത്തരവാദിത്വം ഉണ്ടോ? അതും ഇല്ല. ന്യായം പറച്ചിൽ അത് കുറച്ച് ചിലരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വളരെ 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 നന്നാവും അല്ലെ? എന്താ എന്റെ അഭിപ്രായം? അത്രേ ഉള്ളൂ. ആ വെറുതെ ഇങ്ങനെ ഞങ്ങൾക്ക് പറ്റൂലല്ലോ. ഞങ്ങളെ മൂടില്ലാതിരിക്കരുത്, ഞങ്ങളായിട്ട് മൂടാക്കി. ഈ ഞങ്ങള് നാളെ വെക്കും നോമ്പറ, മറ്റന്നാളും വെക്കും നോമ്പർ. ഇന്ന് ഫുള്ള് നോമ്പറന്നെ. ആ നമ്മളിതാ ഓൾമോസ്റ്റ് അല്ല നമ്മളെത്തി മൻകൂൾ പാർക്കിലെത്തി. മൻകൂൾ പാർക്കിലാണ് പരിപാടി അല്ലേ? മൻകൂൾ പാർക്കിലാണ് പരിപാടി. അതിനൊരാൾക്ക് കൊടുക്കാണ്ട്. എന്താണ് 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 ചോദിക്കല്ലേ ഇവിടുന്ന് കട്ട് ചെയ്യണ അപ്പാന്റെ റൂം പോയി കട്ട് ചെയ്താ പോരെന്ന് ഞാൻ പറഞ്ഞേ. എടാ നമ്മളിന്ന് നോമ്പതറ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു. ഞാനാവുന്നു അതായത് നമ്മള് ചെറിയ തിരക്കായിരുന്നു രാവിലെ മുതൽ. ചെയ്യുന്നത്. അപ്പൊ ഒരു ചൈനീസിന്റെ കാർ കാണിച്ചേ. ഇതുണ്ടോ ഇവിടെ ഫുള്ള് ചൈനീസ് കാറുകള്. എന്താ പറയാ, കൈയടക്കിക്ക് എന്താ ഓളുന്ന് പട്ടച്ച തല പൊളി ചൈനീസ് വണ്ടി. അപ്പോ ചൈനീസിന്റെ പിജൂട്ടിന്റെ പജിയോട്ടോ എന്നാണോ കറക്റ്റ് വായിച്ചാൽ മനസ്സിലാവും. ചൈനീസ് കാറിലെ കാര്യം എനിക്ക് തെറ്റിയതാ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ച് കഴിഞ്ഞാല് ഇത് കുറച്ചു നേരം ഉണ്ടാക്കുമോ? ചൈനീസ് കാർ ഇങ്ങനെ അടക്കി ഭരിക്കുകയാണ് ഇവിടെ. ചിലവ് കുറഞ്ഞിട്ട് നല്ല അടിപൊളി കാറുകള്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു കാറ് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലത്തെ കോപ്പി പോലെ ഇറക്കുക. എന്തിപ്പോൾ കാട്ടുന്നതൊക്കെ ദാസിലൊക്കെ സാധനം മേടിച്ച് നടന്നു പോകുന്നു. അവിടെ എനിക്കെന്തേലും ഉണ്ടോ? ഒന്നുമില്ല. എന്ത് മനുഷ്യനാണ്, സക്കാത്ത് പോലും കൊടുക്കൂല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ പാർക്ക്. ഉണ്ടോ ടാ വ്ളോഗറെ നോക്കിക്കോട്ടാ ചെക്ക. ആ എന്തായി ആശിക്ക് ഇപ്പൊ തീരുമാനമായി. നല്ല നല്ല സമാധാനപരമായ അന്തരീക്ഷം കേട്ടോ. നീ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെ അറിയില്ല. ഇതുവരെ വേറെ ടീമിനൊന്നും കാണാനില്ല. കണ്ട സെറ്റാണ്. അപ്പോൾ മിക്കവാറും നമ്മൾ ഒറ്റക്കാവുമ്പോൾ മെമ്പർ ആ പൊള്ളിക്കും. ഒറ്റക്കാണ് മെമ്പറെങ്കിൽ പൊളിക്കും. ഏത് ഏകദേശം ഞങ്ങളിതാ ഈ കോർണറൊക്കെ ആയിട്ട് പിടിക്കും. കൊളോക്കിയലാക്കി ചെയ്തതുകൊണ്ട്
ഒറ്റ പേര് ഇങ്ങനെ ഇരിക്കേണ്ടതിന് പകരം ഒന്നവിടെ ഒന്നുകൂടെ. അല്ലാതെ ഡ്രാഫ്റ്റ്മാൻ ഓട്ടോ കാർഡ് ചെയ്തതാണ്. അതെ കറക്റ്റ് ആയില്ലേ. കടല എന്റെ ഫേവറേറ്റ് സാധനമാണ്. രണ്ടും ഞാൻ തിന്നും. എനിക്കെന്തെങ്കിലും പറയണ്ട, എന്റെ ഫാൻസ് തന്നെ മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കൂട്ടാ. ചെറിയൊരു പണി കിട്ടി, എല്ലാരും മുഖം കണ്ട അസ്ലൂസ കരഞ്ഞാണ് കാര്യം. അതായത് ഇത് ഫാമിലി പാർക്കാണ്. നമുക്ക് ഇവിടെ വന്നിരുന്നിട്ട് ആണുങ്ങൾ മാത്രം ആയതുകൊണ്ട് ഫാമിലി ആരും ഇല്ലല്ലോ, അതുകൊണ്ട് പ്രശ്നം ആണ്. അതെല്ലേ പ്രശ്നമാണ്. അപ്പോ ഞങ്ങള് ഇവിടുന്ന് പാക്കപ്പാണ്, എന്നിട്ട് വേറെ ഏതെങ്കിലും പാർക്ക് നോക്കണം. ഓക്കെ, അല്ലാതെ സങ്കടം ഉണ്ടോ ഇവിടുന്ന് ഒഴിപ്പിച്ചു വിട്ടേല്? വാങ്ങിക്കൊടുത്തില്ലല്ലോ വെറുതെ. അതാണ് നമ്മൾ അതിന്റെ മുന്നേ വേറെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഒറ്റ മൈൻഡ്. അതാ നമ്മൾ അടുത്ത പ്ലാൻ പറയും. നമ്മൾ എവിടെയെങ്കിലും സെറ്റ് ആയി. അതാണ് ഒറ്റ മൈൻഡ്, ഇത്രേ ഉള്ളൂ. അല്ല പിന്നെ ഓർമ്മ നമ്മൾ ഫസ്റ്റ് നോമ്പറ കാറിന്റെ ബാക്കിൽ സെറ്റ് ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ഒരു നോമ്പർ സെറ്റ് ആക്കിയിട്ട്, എന്നിട്ട് നമ്മുടെ കളി ആർക്കും ഞങ്ങളെ തകർക്കാൻ പറ്റില്ല. നോമ്പറക്കുമ്പോ എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. എനിക്കുള്ളതാണ് എറിഞ്ഞിന്നൊക്കെ ഏകദേശം ഒരു പ്രാഥമിക നിഗമനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശരി ഗായ്സ്, അടുത്ത ലൊക്കേഷൻ നോക്കിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പാർക്കിംഗ് ഉണ്ട്. സമയം വളരെ പരിമിതമാണ്. നമ്മൾ കറാമ പാർക്കിൽ ഓൾമോസ്റ്റ് എത്തി. ഫൈനൽ ഡിസിഷൻ കറാമ പാർക്കിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, എവിടെ ഈ പാർക്കിങ്ങിൽ ഇരിക്കുക അല്ലല്ലോ. എന്താ ആർക്കെന്താ പറയാല്ലേ? പാർക്കിന്റെ ഉള്ളിൽ നിങ്ങൾ ഇവിടുന്ന് നോക്കിട്ട് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ അവിടെ എന്നല്ല പറയാ, ഗ്രാമർ മിസ്റ്റേക്ക്. ഞാൻ കുറച്ചു മുന്നേ എന്നോട് വേറൊരു കാര്യം പറഞ്ഞു. ഈ വേറെന്തോ ആലോചിച്ച കാരണം കേട്ടിട്ടില്ല. നമ്മളെ ശ്രദ്ധിക്കരുത്. അങ്ങനെ നിങ്ങൾ അന്ന് ഇവിടെ തന്നെ കിട്ടോണ്ടി. അപ്പൊ പാർക്കിങ്ങും കിട്ടി. ഈ വണ്ടിക്ക് പിന്നെ പാർക്കിംഗ് ഭയങ്കര അവിടെ നമ്മള് പാർക്കിംഗ് കണ്ടിട്ട് അത് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറഞ്ഞു. വണ്ടിക്ക് പാർക്കിംഗ് ഭയങ്കര പുറത്തിട്ടാണ്. അപ്പൊ ഗൈസ് ഇവിടെ അവിടെ സ്ഥലമില്ല ഗൈസ്, എല്ലായിടത്തും ആൾക്കാർ ഇരിക്കണം. നമുക്കൊരു സ്പേസ് നമ്മൾ നേരത്തെ വരേണ്ടി വരും. എന്തായാലും നോക്കാം, ഇവിടെയൊക്കെ കിട്ടായിരിക്കൂല, നോക്കുന്നതായിരിക്കും. കണ്ടാ ഇവിടെ ഒക്കെ ആൾക്കാരാണ്, ഇവിടെ ഇരിക്കണം. നല്ല നല്ല സ്പോട്ടൊക്കെ ആദ്യം വന്ന് പിടിച്ചു ആൾക്കാർ. നമുക്കിത് ആ മുക്കില് അവിടെയൊക്കെയാ, അവിടെ ആ മുക്കില് നോക്കാറില്ല. അവിടെ അവിടെ നല്ല ശരിയാണ്. അപ്പൊ കണ്ട കണ്ണ് വേണം, കണ്ണ് പിടിക്കേ. എന്ത് ക്യാമറ ഇവിടെ തല പൊളിയൂട്ടാ. എന്തേലും ഇട്ട് കഴിഞ്ഞാല് അത് പൊളി. ഇതിക്ക് എന്തേലും ഇട്ടാ അത് തൊട്ടിക്ക. ഒരു സാധനം നമ്മൾ വിട്ട്, തരിക്കഞ്ഞി ഇല്ലാതെ നോമ്പുറക്കരുത്. അത് അടുത്ത തരിക്കഞ്ഞി കഞ്ഞി. എന്ത് മനുഷ്യനാണ്. അപ്പോ തരിക്കഞ്ഞി പൊളിക്കും. അല്ല അടിപൊളി തരിക്കഞ്ഞി കിട്ടുന്ന ഒരു കടയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്, സെറ്റാണ്. അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ഇടേണ്ടി. കാരണം അവിടുത്തെ തരിക്കഞ്ഞി ഉണ്ടല്ലോ, അത് കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെത്തും, പള്ളിയിൽ നിന്ന് നോമ്പറക്കണ പോലെയാണ്. ഓക്കെ, അപ്പം അതും കൂടി മേടിച്ചിട്ട് നമ്മൾ ഫുള്ള് വിഭവങ്ങൾ സെറ്റാക്കും. എന്നിട്ട് ഇത് ഓൾമോസ്റ്റ് ടൈമായി 6:22. ഓക്കെ, യെസ്. നമ്മളെ പണി എന്താ വെച്ചാൽ ഇത് കളയാതെ അതുവരെ എത്തിക്കുക എന്നുള്ളതാണ്. നടന്നൂട്ടാ കിട്ടുമോ? ഇത് പോവാ പോവില്ല. തരിക്കഞ്ഞാണ് ഗൈസ് കയ്യിൽ, 5 തരിക്കഞ്ഞി. എന്റെ കയ്യില് ഓറഞ്ച് ജ്യൂസും 500 ml. അപ്പം അടുത്ത പരിപാടി പള്ളി പോവാ. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് അടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൈസ് ഫുഡ് അടി ഇല്ലാത്ത നമ്മൾ വേറെ പരിപാടിയില്ല. അതായത് ഫുഡ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കുഞ്ഞിക്കോഴി
അതായത് കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് കുഞ്ഞിക്കോഴി അടിപൊളിയാണ്. പക്ഷെ ഇത് ഈ നിൽക്കുന്ന പുള്ളില്ലേ ഈ മനുഷ്യൻ അതിൽ മന്തിപ്രാന്തൻ അവൻ പ്ലാന് തെറ്റിക്കും. കണ്ടോ എന്താ കഴിക്കാ ഗൈസ്? അപ്പൊ നമ്മളെന്താ കഴിക്കാ? അല്ല എന്താ കഴിക്കാ? മന്തി വേണ്ട. ഇവരുടെ ഞങ്ങൾ നോട്ടട്ടെ. പക്ഷെ അവൻ പ്ലാൻ പൊളിച്ചു. ഞങ്ങള് പ്ലാൻ ഇട്ടിരുന്നേ കുഞ്ഞിക്കോഴി കഴിക്കാന്നുള്ള പ്ലാനിലായിരുന്നേ. അപ്പൊ ഞങ്ങളിങ്ങനെ പറയായിരുന്നു ഇതാ ധർമ്മന്തിരുണ്ട് ഇവിടെ മന്തിയാണ് ഉയരണ്ണനോട് ഉടൽ അണ്ണനക്ക് അങ്ങനെയാണ് ഉയരണ്ണൻ. അപ്പൊ നമ്മളെന്താ കുഞ്ഞിക്കോഴി ഇവിടക്കല്ലേ എന്താക്കണം? ഞങ്ങള് കൺഫ്യൂഷനിലാണ് കഴിച്ചത്. സ്ഥലം മാറ്റി അത് അങ്ങനൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് പൊളിക്കാം. ഇപ്പൊ കറക്റ്റ് അല്ലേ? തെറ്റിപ്പോയാനൊക്കെ. നമ്മളിപ്പോ അതിന് എവിടെ പോവാ? കാലിക്കറ്റ് കാലിക്കറ്റ് അല്ലേ പൊളി? അല്ലേ കാലിക്കറ്റ് അല്ലേ പൊളി? നടക്കാം, കറാമോന്ന് കാണാം, കഴിച്ചിട്ട് നടക്കുന്നതാണ് ഹെൽത്തി. എനിക്കും ഫില്ലാണ്. അപ്പൊ ഗൈസ് നമ്മള് കുഞ്ഞിക്കോഴും എന്താ വെച്ചാ അതിന്റെ കൂടെ പത്തിരിയാ ഒക്കെ ആയിട്ടില്ല. അത് എന്തൊരു കഷ്ടം. ഒരു വിവരവും ഇല്ലാത്ത കുറെ ആൾക്കാർ ഞങ്ങളെ ഗ്രൂപ്പിലുണ്ട്. അതെ അപ്പൊ ശരി വീണ്ടും കാണുന്നവരെ. ചായ ഇല്ലാതെ നമ്മളൊരു പരിപാടിക്കില്ല. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും തുടക്കം നമുക്ക് ചായ വേണം. എടാ ഒഴിവാക്കടാ. ഒരു അടിക്കണ കളിച്ചിട്ടുണ്ട്. ആ വീഡിയോ അപ്ലോഡ് ആയ ഈ വീഡിയോ അപ്ലോഡ് നിർബന്ധമില്ല. തുടങ്ങി ഈ പൊറാട്ട ഇങ്ങനെ എടുത്തിട്ട് ചിക്കന് ഇതിലിങ്ങനെ വെച്ചിട്ട് കുറച്ച് മസാല ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് പൊറാട്ട അപ്പോൾ ഗൈസ് ഭക്ഷണടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോമ്പുറയും കഴിഞ്ഞ് എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കറാമയിലായതുകൊണ്ട് തന്നെ കറാമ ഇങ്ങനെ കറങ്ങി ഒരു സുർക്കയിലിട്ട പൈനാപ്പിളൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ്, see you and we watch again. Bye.